ാണ് എന്ന കാര്യം എല്ലാ മലയാളികൾക്കും ആഗോളാടിസ്ഥാനത്തിൽ അഭിമാനം നൽകുന്ന കാര്യമാണ്. മലയാളികളുടെ പുതിയ സംഘടിത ബോധത്തിന്റെ അടയാളമായി കൂട്ടം.com നിലകൊള്ളുന്നു. 1,80,000-ൽ പരം മെമ്പർമാരാണ് ഈ കൂട്ടം.comലൂടെ ദിവസവും പരസ്പരം സംവദിക്കുന്നത്. 2 ലക്ഷത്തോളം സ്ഥിരം അംഗങ്ങൾ ഒരു ഭാഷയുടെ പേരിൽ പ്രതിദിനം പരസ്പരം സംവദിക്കുന്നതിന് ഒരു സൈബർ പ്ലാറ്റ്ഫോം ഉണ്ടാവുകയെന്നത് ഒരു പ്രാദേശിക ഭാഷയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ്. www.കൂട്ടം.comനാണ് ഈ ഖ്യാതിയും അവസരവും കൈവന്നിരിക്കുന്നത്. ഒപ്പം മലയാള ഭാഷയ്ക്കും. മലയാളികളുടെ ഒരു കൂട്ടം എന്ന ആശയത്തെ തുടങ്ങിയെങ്കിലും ഇപ്പോൾ വിശ്വ മലയാളികളുടെ മൗലിക മുദ്രയായി കൂട്ടം.com മാറുകയും ലോകത്തിലെ ഏറ്റവും വലിയ റീജിയണൽ സോഷ്യൽ നെറ്റ്വർക്കായി അംഗീകാരം നേടുകയും ചെയ്തു. ലോകത്ത് മുഴുക്കെ ചിതറിപ്പോയ ഒരു സമൂഹമാണ് മലയാളികൾ. മലയാളികൾ എവിടെ ചെന്നാലും അവരുടെ സംസ്കാരത്തിന്റെ ഒരു തുണ്ട് അവരെ കൊണ്ടുപോകാറ്. അതിന്റെ ഭാഗമായി ഏത് പ്രദേശങ്ങളിലും അവരവരുടേതായ ചാനൽ തുടങ്ങാറുണ്ട്, അവരുടെ പത്രങ്ങൾ തുടങ്ങാറുണ്ട്, അവരുടെ സാംസ്കാരികമായിട്ടുള്ള എല്ലാ പരിപാടികളും ശക്തിയുക്തം കൊണ്ടു നടക്കാറുണ്ട്. പക്ഷേ ഈ മലയാളികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൊതു കൂട്ടായ്മ ഇല്ല എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനും എന്റെ സുഹൃത്ത് ദീർഘകാലമായിട്ടുള്ള ആത്മമിത്രം അമേരിക്കയിലെ സോഫ്റ്റ്വെയർ കൺസൾട്ടന്റായ ജയമോഹനും കൂടി ചേർന്നിട്ടാണ് കൂട്ടം.com ആരംഭിക്കുന്നത്. ഓർക്കുട്ട്, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്ന ലോകത്തിലെ ഇന്റർനെറ്റ് ഭീമന്മാരുടെ വലിയ ഇടങ്ങളുടെ ഇടയിൽ ഒരു തുണ്ട് സ്പേസ് സ്വന്തമാക്കിക്കൊണ്ട് ഒരു ചെറിയ ചലനം നടത്താനാകുമോ എന്നുള്ള ഒരു അന്വേഷണമായിരുന്നു. നമ്മൾ പറയാറില്ല ഈ സമാന്തര പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് നാട്ടിൽ ലിറ്റിൽ മാഗസിനുകളെ പറ്റി, അതുപോലെ ഒരു ചെറിയ അന്വേഷണം. പക്ഷെ അന്വേഷണം ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ അത് ഏറ്റെടുക്കുകയും ഇങ്ങനെ ഒരു കൂട്ടായ്മയെ അവർ കാത്തിരുന്നത് പോലെ വളരെ പെട്ടെന്ന് അന്യദേശങ്ങളിൽ നിന്ന് പാറിയെത്തുന്ന കിളികളെ പോലെ ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഒരു വെബ്സൈറ്റിന്റെയോ പോർട്ടലിന്റെയോ ധർമ്മം മാത്രമല്ല, ജീവകാരുണ്യപരമായ ഇടപെടലുകളിലും കൂട്ടം.com സജീവമായി ഞങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞ, ലക്ഷങ്ങളോട് സഹായം ചെയ്യാൻ കഴിഞ്ഞ പലരുമുണ്ട്. ഒരു ജീവിതം അങ്ങനെ നിന്നുപോയി എന്ന് തോന്നിയെടുക്കുന്ന ഒരു തുടക്കം ഇടാൻ ഞങ്ങൾക്ക് ഷിംന ഇപ്പോൾ ഞങ്ങൾ പുസ്തകമാക്കിക്കൊണ്ട് സഹായിക്കുന്ന രമ്യ ആന്റണി എന്ന് പറയുന്ന എഴുത്തുകാരി, അമൃത, വിജേഷ്, പലരെയും സഹായിക്കാൻ ഞങ്ങൾ. ഇപ്പോഴത്തെ കണക്കെടുപ്പുകൾ കൂട്ടം.comനെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിച്ചിരിക്കുന്നു. മില്യൺ കണക്കിന് പേജുകൾ പ്രതിദിനം വീക്ഷിക്കപ്പെടുന്നു. വിവിധ രാജ്യങ്ങളിൽ കൂട്ടത്തിന്റെ മലയാളി ബന്ധുക്കളുണ്ട്. 1,80,000 അംഗങ്ങൾ മാത്രമുള്ള കൂട്ടത്തിന് ഒരു മാസം 70 ലക്ഷം, ഏതാണ്ട് 7 മില്യൺ പേജ് ലോഡുകളുണ്ട്. ഇത് മാത്രമല്ല, സാധാരണ നമുക്കറിയാം വളരെ കൺവെൻഷണൽ മീഡിയകളിൽ, അതായത് വളരെ കൺവെൻഷണലായ പത്രങ്ങളുടെ സൈറ്റുകളിൽ ഒരു ദിവസം ഒരു IP അഡ്രസ്സിൽ നിന്ന് കയറുന്ന ഒരാൾ മാക്സിമം ഇരിക്കുന്നത് 10 മിനിറ്റ് മുതൽ 11 മിനിറ്റ് വരെയാണ്. അതാണ് ഗൂഗിളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ കൂട്ടത്തിൽ ഒരാൾ ഏറ്റവും കുറഞ്ഞത് 19 മിനിറ്റ് ചെലവാക്കുന്നു. മാത്രമല്ല, ഞങ്ങൾക്ക് ജെന്യുവിനായ ഏതാണ്ട് 1,94,000 വിസിറ്റേഴ്സ്, അതായത് വ്യത്യസ്തമായ IP-യിൽ നിന്ന് കയറുന്ന 1,94,000 വിസിറ്റേഴ്സ് കൂട്ടത്തിൽ എല്ലാ മാസവും കയറുന്നുണ്ട്. ആരോ സഹായിക്കാൻ കൂട്ടിനുണ്ടെന്ന്, ബന്ധുത്വം ഊട്ടിയുറപ്പിക്കാൻ ചുറ്റുവട്ടത്തുണ്ടെന്ന് കൂട്ടം.com ഉറപ്പു നൽകുന്നു. അതിവിപുലമായി മാർക്കറ്റിംഗ് അടക്കമുള്ള നടപടികളുമായി കൂട്ടം.comനെ ശക്തിപ്പെടുത്താനാണ് ഇതിനു പിന്നിലെ കർമ്മനിരതരായ ചെറുപ്പക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. മലയാളത്തിന്റെ ഏറ്റവും വലിയ ഒരു തണൽ മരമാണ് ഈ സ്വപ്നക്കൂട്ടത്തിൽ ലയിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. ലോകത്ത് ചിന്തിക്കുന്ന എല്ലാ മലയാളികളെയും, അന്വേഷിക്കുന്ന എല്ലാ മലയാളികളെയും, സ്നേഹം തേടുന്ന എല്ലാ മലയാളികളെയും ഒരുമിച്ച് ഒരു വിശാലമായ ആൽമരച്ചുവട്ടിൽ, വിശാലമായ നെറ്റിന്റെ വിശാലമായ ഒരു ആൽമരച്ചുവട്ടിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സ്വപ്നം. അവരുടെ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുക മാത്രമല്ല, ഇതിലൂടെ നമ്മുടെ രാഷ്ട്രീയത്തില്, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ വളരെ കൃത്യമായി ഇടപെടാൻ കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ഉദ്ദേശങ്ങളിൽ പെടുന്നതാണ്. ഏപ്രിൽ 16 ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന
ഏഷ്യൻ ടെലിവിഷൻ അവാർഡ്സ് മലയാളം എഡിഷന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അവാർഡ് താരങ്ങളെ കണ്ടെത്താൻ വേണ്ടി വളരെ വാശിയേറിയ